ഹായ് ഓൾ, എൻ്റെ പേര് ജോഷു എന്നാണ്. ഞാൻ അവിടെ കോൺഫിഡൻറ്റിലെ സെയിൽസ് സ്റ്റാഫാണ്. സോ മാമിൻ്റെ പേരെന്ന് പറയുക, മാമിൻ്റെ അപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുക, പിന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ പേര് അശ്വതി, അപ്പാർട്ട്മെൻറ്റ് നമ്പർ 1005, ഓക്കെ. കായംകുളത്താണ് സ്ഥലം. ഓക്കെ. എൻ്റെ മോള് അമയ, ഹസ്ബൻഡ് അരുൺ ഗൾഫിലാണ്. എൻ്റെ ബ്രദറും കുഞ്ഞുമാണ്. ഇവിടെ തന്നെയാണ്, കോഴിക്കോടാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. നാത്തൂനാണ് നീതു. എൻ്റെ അമ്മയാണ് രാജശ്രീ, ടീച്ചറാണ്. അപ്പോൾ മാം ഇപ്പോൾ എന്നാണ് ബുക്ക് ചെയ്തത്? ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റ് എന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്? 2020 നമ്മൾ ബുക്ക് ചെയ്തത്. സോ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, ജസ്റ്റ് ലാൻഡ് മാത്രമായിരുന്നു. സോ ആ സമയത്ത് കണ്ടിട്ട് ഇപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കാണുകയാണ്. സോ ആ ഡിഫറൻസ് എന്തായിരുന്നു? തുടക്കത്തിൽ വന്ന് കാണുമ്പോഴും ഇപ്പോൾ ഈ സമയത്ത് ഒരു ഡിഫറൻസ് അത് എന്തായിരുന്നു? തുടക്കത്തിൽ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഉള്ള കസ്റ്റമറാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ജസ്റ്റ് ഒരു ഏരിയ ഓഫ് ലാൻഡ് മാത്രമായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രഷൻ നടന്നത്. ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി. സോ ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ജസ്റ്റ് ലാൻഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഇത്രയും ഡെവലപ്മെന്റിലേക്ക് വന്ന് ഇത്രയും വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആദ്യം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ട്. പോകെ നമുക്ക് അറിയാലോ. തീർച്ചയായിട്ടും. സോ മാം ഇപ്പോൾ കോൺഫിഡൻറ്റിലേക്ക് കടന്നു വന്നത് ആരിലൂടെയാണ്? അതിന്റെ എക്സിക്യൂട്ടീവ് ആരായിരുന്നു? അതിനുശേഷം ആരോടൊക്കെ ഡീൽ ചെയ്തിരുന്നത്? അറ്റ് ഫസ്റ്റ് ബേസിൽ എന്നൊരു സ്റ്റാഫായിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡീലിങ്സ്. ബേസിൽ വന്നു. അന്ന് നമ്മൾ ഇതിനടുത്ത് തന്നെയുള്ള നെയ്ബറിങ് ഒരു പ്ലോട്ട് കണ്ടു. അങ്ങനെ രണ്ടും കൂടെ കമ്പയർ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അങ്ങനെ വന്നു, സെറ്റായി. പിന്നെ നമ്മൾ കുറെ പേരുണ്ട്, അതിൽ കൂടെ മറ്റേ പാർവതിയായിട്ട് കോണ്ടാക്ട് ആയി, വിജിത, ജിസ് പീറ്റർ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മളുടെ സൈറ്റ് എഞ്ചിനീയർ സൗമ്യ, മെബിൻ, അങ്ങനെ കുറെ പേരുമായിട്ട് എല്ലാവരുടെയും നല്ല ഇതായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴാണ് സൗമ്യ എപ്പോഴും പറയുന്നത്, ഒരു 6 monthsലേക്ക് നിങ്ങൾ ഒരു എപ്പോൾ വേണമെങ്കിലും വിളിച്ചു, രാത്രി ആയാലും ഉച്ചയ്ക്കായാലും വിളിച്ചാലും ഒരു പ്രശ്നമില്ല, നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, എന്തുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ സെലക്ട് ചെയ്യാൻ ചെയ്തു? നമുക്ക് നല്ല പേരായിട്ടൊരു ഗ്രൂപ്പ്, റെപ്യൂട്ടഡ് ഫേം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തത്. ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും ബിൽഡേഴ്സുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയായിരുന്നോ? ഇല്ല, നമ്മൾ അങ്ങനെ വേറെ ഇതുമായിട്ടൊന്നും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മതി എന്ന് പറഞ്ഞത് എടുക്കുകയായിരുന്നു. സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൽ അംഗമാകാൻ സാധിച്ചതിലും. പിന്നെ അതുകൂടാതെ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ സന്തോഷത്തോടെ എല്ലാം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.